ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL കിരീടം ലഭിക്കാത്തത് കൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവരെ ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്തെന്നാൽ ചിരവൈരികളായ ഈസ്റ്റ് ബംഗാളാണ് ആ കിരീടം സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ അഴിച്ചുപണികൾ മോഹൻ ബഗാൻ ആരാധകർ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം MBFT പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ മോഹൻ ബഗാൻ മാനേജ്മെന്റ് നടത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. പരിശീലകനായ സെർജിയോ ലൊബേറയെ ഒഴിവാക്കുകയാണ്, പുതിയ പരിശീലകനെ അവർ കൊണ്ടുവരും. വിദേശ താരങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ മോഹൻ ബഗാൻ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജേസൺ കമ്മിങ്സ് ക്ലബ്ബ് വിടുകയാണ്, അദ്ദേഹത്തെ നിലനിർത്തേണ്ടതില്ല എന്ന തീരുമാനം മോഹൻ ബഗാന്റെ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞു. അത് MBFT സ്ഥിരീകരിച്ചു. അതേസമയം ആൽബർട്ടോ റോഡ്രിഗസിനെ നിലനിർത്താൻ മോഹൻ ബഗാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അദ്ദേഹത്തിന് നൽകുകയാണ്. വെർബൽ അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലീഗിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും മോഹൻ ബഗാനെ ആൽബർട്ടോ റോഡ്രിഗസ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചു. അടുത്ത സീസണിൽ ഒരുപക്ഷെ ആൽബർട്ടോ ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതകൾ പോലും ഉണ്ട് എന്നാണ് MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആൽബർട്ടോ റോഡ്രിഗസിനെ നിലനിർത്താൻ തീരുമാനിച്ചു, ജേസൺ കമ്മിങ്സിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. കൂടാതെ പല വിദേശ താരങ്ങൾക്കും സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ടോം ആൽഡ്രഡ് പുറത്തു പോയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. റോബ്സൺ റോബിഞ്ഞോ അതുപോലെ തന്നെ ദിമി പെട്രറ്റോസ് എന്നിവരെ ഒഴിവാക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. ജാമി മക്ലാരൻ ചിലപ്പോൾ ക്ലബിനകത്ത് തുടരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ വിദേശ താരങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ മോഹൻ ബഗാന് എടുക്കേണ്ടതുണ്ട്. ജേസൺ കമ്മിങ്സിനെ ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആൽബർട്ടോ റോഡ്രിഗസിനെ നിലനിർത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.